ഒരു പ്രതി യാതൊരു പ്രകോപനവുമില്ലാതെ ഇത്തരം അക്രമം നടത്തുക. ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കായ ആളുകൾ നിരവധിയായി യാത്ര ചെയ്യുന്ന ഇടമാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്. പലപ്പോഴും വലിയ ആൾത്തിരക്കുണ്ടാവും, വലിയ ഇടിയും ബഹളവും ഒക്കെ ഉണ്ടാവുന്ന ഇടമാണ്. അവിടെ ഇത്തരമൊരു അവസ്ഥ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്നു എന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് നമ്മുടെ ട്രെയിനുകളിൽ സംഭവിക്കുന്നു എന്ന ഗുരുതരമായ ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. തൻ്റെ മക്കളെയൊക്കെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന അമ്മമാർക്ക്, അച്ഛന്മാർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയായി കൂടി ഇത് മാറുകയാണ്. നമുക്ക് വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാം. നാളുകൾക്ക് മുമ്പ് സമാനമായ ഒരു അനുഭവം ട്രെയിനിൽ വെച്ച് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയും ഉണ്ടായി, പാർവതി സത്യദേവന്. പാർവതി തന്നെ എനിക്കൊപ്പം ചേരുന്നുണ്ട്. പാർവതി യഥാർത്ഥത്തിൽ വലിയൊരു നിയമ പോരാട്ടം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയത്. കാരണം യാത്രക്കിടയിൽ സഹപ്രവർത്തകരായ അപ്പുറയുണ്ടായിരുന്ന ആളുകൾ നടത്തുന്ന ഇടപെടലുകൾ, അവർ പാർവതിക്ക് നേരെ നടത്തിയ ചില അധിക്ഷേപങ്ങൾ, ഇതിനെതിരെ നിയമ പോരാട്ടം കൂടി പാർവതി ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ട്രെയിനുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാർക്കും സംഭവിക്കാം എന്ന കാര്യം കൂടിയാണ് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി നമുക്ക് ഇപ്പോൾ ഓർത്തെടുക്കാനാവുന്നത്. പാർവതി, യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്തായിരുന്നു? എത്ര നാൾ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്? അതിനുശേഷം നമുക്കിതിൻ്റെ പൊതു സാഹചര്യത്തിലേക്ക് വരാം. സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നാളെ 4 വർഷമാകും. നവംബർ 4-നായിരുന്നു ആ സംഭവം ഉണ്ടായത്, 4 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഞാനും എൻ്റെ ഭർത്താവും അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് നിന്നും മലബാർ എക്സ്പ്രസ്സിൽ, എൻ്റെ വീട് വർക്കലയാണ്, ഞാൻ വർഷങ്ങളായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ അനുസരിച്ച് നമുക്ക് പലപ്പോഴും രാത്രിയായിരിക്കും പോകുക, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. അവധി കഴിഞ്ഞ് രാത്രി പോകുമ്പോൾ പലപ്പോഴും ട്രെയിനുകളിൽ ആളൊക്കെ കുറവാണ്. ഒപ്പം പോലീസുകാരുണ്ടാവില്ല. അങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊപ്പം എൻ്റെ ഹസ്ബൻഡ് കൂടി ഉണ്ടായിരുന്നൊരു സമയത്ത് എനിക്ക് നേരിട്ട ദുരനുഭവമാണ് ഞങ്ങൾക്ക് ഏറെ ഒരു ഷോക്കായി പോയത്. കാരണം ലഹരിക്കടിമയായ 2 യുവാക്കളുടെ ആക്രമണമാണ് നമുക്ക് നേരെ ഉണ്ടായത്. അന്ന് വർക്കല ഇറങ്ങേണ്ടത് ഞങ്ങൾക്ക് വർക്കല ഇറങ്ങാൻ സാധിച്ചില്ല. എന്നോട് അപമര്യാദയായി പെരുമാറിയ ആളോട് ചോദ്യം ചെയ്ത എൻ്റെ ഹസ്ബൻഡിനെയും അവർ കയ്യേറ്റം ചെയ്തു. പിന്നീട് തുടർന്ന് കൊല്ലത്ത് പോയിട്ടാണ് അങ്ങനെ ഇറങ്ങാൻ സാധിച്ചത്. ഞങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു, ഞങ്ങളെ തടഞ്ഞു വെച്ചു. 3-4 അതിൽ യാത്രക്കാർ AC കോച്ചിലായിരുന്നു സംഭവം. യാത്രക്കാരുണ്ടായിരുന്നു, അവരിടപെട്ടു, ഉദ്യോഗസ്ഥരിടപെട്ടു. പക്ഷേ ഇവരെ പിടിച്ചു മാറ്റാനോ മറ്റും ഉണ്ടായിരുന്നില്ല. പിന്നീട് തിരുവനന്തപുരം വിട്ട് മുരുക്കുമ്പോഴെത്തുമ്പോഴായിരുന്നു ഈ സംഭവം. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വർക്കല സ്റ്റേഷനിൽ എത്തുമ്പോൾ മാത്രമാണ് അന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്നത് പോലും. കാരണം എനിക്കൊപ്പം ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി അതിലൊരു പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനോ ഒരു ധൈര്യമുണ്ടായത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ശരിക്കും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു ഷോക്ക് വിട്ടുമാറാൻ തന്നെ ഒരുപാട് മാസങ്ങളെടുത്തു. നമ്മൾ അന്നേരം നേടുന്ന ആ ട്രോമ വിട്ടുമാറാൻ ഒത്തിരി കാലമെടുത്തു. ഇപ്പോൾ അതിൻ്റെ നിയമ നടപടികൾ നടക്കുകയാണ്. ഇനിയും കോടതിയിൽ പോകേണ്ട ദിവസങ്ങളുണ്ട്. അവർ ഓരോ തവണയും എത്തുമ്പോഴും ആദ്യമൊക്കെ എനിക്ക് ഇതുപോലെ അന്ന് നേരിട്ടൊരനുഭവം കൂടുതൽ ഓരോ തവണ വിശദീകരിക്കുമ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട് മാനസികമായി തോന്നാറുണ്ട്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് ട്രെയിനിൽ പോകുന്ന ഞങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം വളരെ സുരക്ഷിതമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മൾക്ക് ഒരു 5-6 കോച്ചുകൾക്കപ്പുറം റിസർവ് ചെയ്തിരുന്ന 2 യുവാക്കളാണ്, കോഴിക്കോട് സ്വദേശികളായ 2 യുവാക്കളാണ് ഞങ്ങളെ അന്ന് ആക്രമിച്ചത്. പിന്നെ പലപ്പോഴും സജിത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ട്രെയിനിൽ പോലീസിൻ്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ഇന്നലത്തെ കേരള എക്സ്പ്രസിൻ്റെ സംഭവം തന്നെ നോക്കുമ്പോൾ അതിൽ പോലീസുകാരുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് RPF CIയോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ട്രെയിനിൽ പോലീസുകാരുണ്ടായിരുന്നില്ല എന്നാണ്. എറണാകുളത്ത് നിന്നോ ചെങ്ങന്നൂരിൽ നിന്നോ തിരുവനന്തപുരം വരെ ഈ ട്രെയിനിന് എസ്കോർട്ട്, അതായത് യാത്രക്കാർക്ക് സുരക്ഷ നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ASIയും 2 മറ്റ് സിവിൽ പോലീസ് ഓഫീസേഴ്സും അതിലുണ്ടാകേണ്ടതാണ്. പക്ഷേ അവരുണ്ടായിരുന്നില്ല. ഒരുപക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന്. മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മൾ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് സഹായം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വർക്കല വെച്ചോ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള കൊല്ലം വിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് അടുത്ത മേജർ സ്റ്റേഷൻ. ഇതിനിടയിൽ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടാവുകയോ ഒരു അത്യാവശ്യ കാര്യത്തിനായി പോലീസിനെ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയുക, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തട്ടെ, അന്നേരം നിങ്ങൾക്ക് പോലീസിൻ്റെ സേവനം നൽകാം. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതോ നമ്മളുടെ സുരക്ഷയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലൊരാളുടെ ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ പോലീസിൻ്റെ സേവനം ആവശ്യമാണ്. അവർ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ മാനസികമായി ടോർച്ചർ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ പോലീസിൻ്റെ സേവനം നമുക്ക് ആവശ്യമില്ല. നിരവധി തവണ ഒരുപാട് തവണ ന്യൂസ് 18-ൽ തന്നെ പല ഘട്ടങ്ങളിലായി ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. വർക്കലയിൽ നിന്നുണ്ടാകുന്നൊരു ഇൻസിഡൻറ്റിന് നമുക്ക് പരിഹാരം കിട്ടുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ്. അതായത് ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്ത ശേഷം. ഇതും പാർവതി, ഞാൻ മടങ്ങി വരാം. വി അനിൽകുമാർ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി, SRMIയുടെ ജനറൽ സെക്രട്ടറി കൂടി നമുക്കൊപ്പമുണ്ട്.
ശ്രീ അനിൽകുമാർ, ട്രെയിൻ യാത്ര സുരക്ഷിതമോ എന്ന ചോദ്യം കേരളം അല്ലെങ്കിൽ പൊതുവിൽ നമ്മളെല്ലാവരും ചോദിക്കാൻ കഴിഞ്ഞിട്ട് നാളുകളായി. ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷേ ഇന്നലത്തെ ഈ സംഭവം തന്നെ നോക്കൂ. അവിടെ ഒരു സുരക്ഷ, നമുക്ക് കൃത്യമായ ചില പ്രോട്ടോക്കോളുകളുണ്ടല്ലോ, ട്രെയിൻ യാത്രക്കാർക്ക് ഒരുക്കേണ്ട സുരക്ഷ സംബന്ധിച്ച് ചില പ്രോട്ടോക്കോളുകളുണ്ട്. അത് പാലിച്ചാൽ പോലും ഉണ്ടാകുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ സംഭവത്തിൽ ഈ പ്രോട്ടോക്കോൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിലവിലെ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഇതിനെ ആരാണ് ഈ ലാഘവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? അനിൽകുമാർ, എന്നെയാണെങ്കിൽ ഞാൻ അനിൽകുമാർ അല്ല, ഞാൻ സുശോഭനാണ്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ക്ഷമിക്കണം, പേര് മാറിപ്പോയതിൽ ക്ഷമിക്കുക. സുശോഭനൻ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അതായത് ഇതിനെ 2-3 കാര്യങ്ങളായിട്ട് നമ്മൾ കാണണം. ഒന്ന്, ഈ ട്രെയിനിൽ ഉറപ്പാക്കേണ്ട 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ യാത്രക്കാരുടെയും റെയിൽവേ പ്രോപ്പർട്ടിയുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനുകളിൽ ഉൾപ്പെടെയുള്ള ഈ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് റെയിൽവേ പോലീസാണ്, ഗവൺമെന്റ് റെയിൽവേ പോലീസ്. അത് കേരള പോലീസാണ് കേരളത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പൊ ഇന്നലെ ഇപ്പോൾ അതിൽ ആളില്ലായിരുന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഞാനത് ഉറപ്പാക്കിയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം, എല്ലാ കാറ്റഗറികളിലും കൂടെ ഏകദേശം 3.25 ലക്ഷം, അത് 14 ലക്ഷം ജീവനക്കാരുള്ളതിൽ 3.25 ലക്ഷം ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രെയിനുകളുടെ എണ്ണം കൂടുന്നു, ഓരോ ട്രെയിനുകളുടെയും കോച്ചുകളുടെ എണ്ണം കൂടുന്നു, യാത്രക്കാരുടെ എണ്ണം കൂടുന്നു. പക്ഷെ അതിനനുസരിച്ച് സുരക്ഷാ ജീവനക്കാർ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയിരുന്നാലും ശരി, റെയിൽവേ പോലീസ് ആയിരുന്നാലും ശരി, അവരെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. വേക്കൻസികളുണ്ട്. ഏകദേശം നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ 1000-ൽ താഴെയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ജീവനക്കാരുള്ളത്. അതിൽ തന്നെ ഏകദേശം 100ഓളം ഒഴിവുകളാണ്. അപ്പൊ എല്ലാ ട്രെയിനുകളിലും നിയോഗിക്കാൻ തക്ക ആളുകൾ അവർക്കില്ല. അപ്പൊ അതിനനുസരിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുക മാത്രമല്ല, ഇപ്പൊ ഈ ട്രെയിനുകളുടെയും കോച്ചുകളുടെയും എണ്ണം കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അത് ഈ അധിക വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ആളുകളെ നിയമിക്കണം. അതിനൊന്നുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്നില്ല എന്ന് മാത്രമേ. പക്ഷെ ഇന്നലത്തെ സംഭവത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു മാനുഷിക വശമുണ്ട്. എതിർവശത്ത് വന്ന, അതായത് ഇന്നലെ കൊല്ലത്ത് നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന മെമു ലേറ്റായാണ് വന്നത്. ആ ലേറ്റായി വന്ന മെമുവിന്റെ ലോക്കോ പൈലറ്റ് ഈ കുട്ടി വീഴുന്നത് കാണുകയും അയാൾ ഉടൻ തന്നെ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ വണ്ടി നിർത്തി ആ കുട്ടിയെ ആ ട്രെയിനിൽ എടുത്ത് കയറ്റി യാത്രക്കാരുടെ സഹായത്തോടു കൂടി വർക്കല കൊണ്ടുപോയി ചേർത്തു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഇന്ന് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒരു റെയിൽവേ ജീവനക്കാരന്റെ സമയോചിതമായ ഇടപെടൽ